ആശാവർക്കർമാരുടെ സമരജാഥയ്ക്ക് സ്വീകരണം നൽകാൻ ഒറ്റപ്പാലത്ത് സ്വീകരണ കമ്മിറ്റി രൂപീകരിച്ചു. ഒറ്റപ്പാലത്ത് ആശാ സമര രാപ്പകൽ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി സ്വീകരണ കമ്മിറ്റി രൂപീകരിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ ജില്ലാ സ്വാഗത സംഘം ചെയർമാൻ വിളയോടി വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഒറ്റപ്പാലം സ്വീകരണ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും ഒറ്റപ്പാലത്തെ നിരവധിയായ പൊതുസമിതികളിലെ അംഗവുമായ തോമസ് ജേക്കബിനെ സ്വീകരണ കമ്മിറ്റി ജനറൽ കൺവീനറായും, ജോസ് കെ ജോഷ, സി വാസുദേവൻ, ഭാസ്കരൻ, ലത്തീഫ് എന്നിവർ ജോയിന്റ് കൺവീനർമാരായും, അഡ്വക്കേറ്റ് വിജയരാഘവൻ, PV ഹംസ എന്നിവർ രക്ഷാധികാരികളായും, ധനലക്ഷ്മി, ഭഗീരഥൻ, സെയ്തലവി തുടങ്ങിയവർ അംഗങ്ങളുമായുള്ള ഒറ്റപ്പാലം സ്വീകരണ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. സമൂഹത്തിലെ മുഴുവൻ ആളുകളും പിന്തുണയ്ക്കേണ്ട ഒരു സമരമാണ് ആശാവർക്കേഴ്സ് നടത്തുന്നത്. ഈ സമരം വിജയിച്ചേ മതിയാകൂ. ഭരണാധികാരികൾ പാവപ്പെട്ട തൊഴിലാളികളെ മറന്ന് കുത്തക കോർപ്പറേറ്റ് മുതലാളിമാരുടെ പാദസേവകരായി മാറിയതുകൊണ്ടാണ് സർക്കാർ ഈ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. സർക്കാരിന് തൊഴിലാളി വിരുദ്ധ മനോഭാവമാണ്. യഥാർത്ഥ തൊഴിലാളി വർഗ സർക്കാരിന് ജനസമരങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല. നീതി നടപ്പാക്കണമെന്ന് ആശിക്കുന്ന എല്ലാവരും ആശമാർ നയിക്കുന്ന ഈ സമരത്തെ പിന്തുണയ്ക്കും. 19-ാം തീയതി ഒറ്റപ്പാലത്ത് രാപ്പകൽ സമരജാഥയ്ക്ക് വമ്പിച്ച സ്വീകരണം നൽകുമെന്നും തോമസ് ജേക്കബ് അറിയിച്ചു. മറ്റ് സമാന ചിന്താഗതിയുള്ള നമ്മോട് സഹകരിക്കുന്ന സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അടുത്ത ദിവസം വിപുലമായിട്ട് കമ്മിറ്റി യോഗം ചേരുന്നതാണ്. അപ്പോൾ ഈ ജാഥ 3 മണിക്ക് എത്തിച്ചേരുമ്പോൾ മുന്നോടിയായിട്ട് ഈ സമരജാഥയോടൊപ്പം പ്രയാണം ആരംഭിച്ചിട്ടുള്ള കലാജാഥകളുണ്ട്. അതിൽ വിവിധ വിധത്തിലുള്ള കലാജാഥകളാണ്. നാടകമുണ്ട്, അതുപോലെ മറ്റേ സംഗീത അടക്കമുള്ള വിധത്തിലാണ് ജാഥ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ജാഥയെ നമുക്ക് സമുചിതമായിട്ട് ഒറ്റപ്പാലത്ത് സ്വീകരിക്കണം. KCV ന്യൂസ്, ഒറ്റപ്പാലം.